പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സച്ചിയുടെയും രേവതിയുടെയും വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയും കരഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് പോകുന്നു. ചന്ദ്ര അപ്പോഴത്തേക്കും ചോദിക്കുന്നു, എന്ത് പറ്റി എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നു? അത് ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുന്നു. എൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ആരാണ് ചോദിച്ചത് നിൻ്റെ അച്ഛനെക്കുറിച്ച്? അത് ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ചന്ദ്ര ചോദിക്കുന്നു, നിനക്ക് എന്താടി കാര്യം? എൻ്റെ മോളോട് ചോദിക്കാനുണ്ട്. ഞാൻ അന്നേ നിന്നെ ശ്രദ്ധിച്ച് വെച്ചൊക്കെയാണ്. നിനക്ക് അവളെ അച്ഛനെ വിളിക്കുന്നെങ്കിൽ അവൾ വിളിക്കട്ടെ. അത് നിനക്കെന്താ? അത് വീഡിയോ കോൾ വിളിച്ചാലും എന്ത് കോൾ വിളിച്ചാലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വിളിക്കട്ടെ. നിൻ്റെ പെർമിഷൻ വല്ലതും ചോദിച്ചോ? നീ ഇവിടെ വന്നിരുന്നും കൊണ്ട് എൻ്റെ മോളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. അപ്പോഴച്ഛമ്മയും പറയുന്നുണ്ട്, അവൾ മാത്രമല്ല ചോദിച്ചു, ഞാനും ചോദിച്ചു. അതിലെന്ത് തെറ്റാണ്? അതിൽ ഒരു തെറ്റുമില്ല. അവളെ അച്ഛനെ വിളിച്ച് അനുഗ്രഹം വാങ്ങുന്നത് നല്ല കാര്യമല്ലേ? അതാണ് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അച്ഛനും മോളുമായിട്ട് പിണക്കത്തിലാണ്, മലേഷ്യയിലാണ്. അതുകൊണ്ട് അത് വിവാഹം കഴിഞ്ഞിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതിനിടയ്ക്ക് ലക്ഷ്മിക്ക് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഒരുപാട് ആട്ടി പറഞ്ഞ് പായിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയ്ക്കും വിഷമം വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി കഴിഞ്ഞ് പറയാനൊന്നുമില്ല. ലക്ഷ്മി പറഞ്ഞത് വേറൊന്നുമല്ല, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങും മോളെ, നല്ല കാര്യത്തിനല്ലേ നീ നിൽക്കുന്നത്, നിൻ്റെ വിവാഹമല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമല്ലേ വിവാഹം എന്ന് പറയുന്നത്, അതിൽ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങൂ എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതിയെ കാണുന്നുണ്ട്. രേവതി ചോദിക്കുകയാണ്, നീ പറഞ്ഞു വിട്ടാണോ നിൻ്റെ അമ്മ ശ്രുതിയെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ശ്രുതിയുടെ അച്ഛനെ കാണണമെന്ന് നിനക്കല്ലെങ്കിൽ ഇഷ്ടമല്ല എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണേനെ, കല്യാണം കഴിക്കുന്നതിനെ ഒന്നിനും നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ പറഞ്ഞങ്ങ് അട്ടിപ്പായിക്കുകയാണ് കേട്ടോ. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റും. നീ രാശിയില്ലാത്തവളല്ലേ, നീ നശൂലം പിടിച്ചവളല്ലേ, എന്നിട്ട് എൻ്റെ മോൾ മലേഷ്യക്കാരൻ്റെ മോളാണ്, കോടികൾ സമ്പത്തുള്ളവളോ എന്നും പ്രതീക്ഷിച്ചു കൊണ്ടാണ് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നത് കേട്ടോ. ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് വല്ലാത്തങ്ങ് വിഷമമായിപ്പോയി. ഈ അമ്മ എന്തിനാണ് എന്നെ എപ്പോഴും വഴക്ക് പറയുന്നത്? എന്തൊക്കെ പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞിട്ട് ചന്ദ്ര പോവുകയാണ്. ഈ സമയം നമ്മുടെ ശ്രുതിയെയും കൂട്ടുകാരി മീരയെയും കാണിക്കുന്നത്. മീര പറയുന്നുണ്ട്, എടി ഈ കല്യാണം നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. അതായത് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നു, നവീൻ വന്നാലോ? നവീൻ വരുമൊന്നുമില്ല, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നീ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വാതിലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുക. അവൻ അഥവാ വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമുക്കിത് ഒഴിവാക്കി മാറ്റാം എന്ന് പറയാം. അത് നല്ല ഐഡിയ ആണ്, വർക്കൗട്ട് ആവുമെന്ന് കേൾക്കുന്നുണ്ട്. ആ വർക്കൗട്ടാവും, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ശ്രുതിക്ക് എന്നാലും അറിയാം കല്യാണം നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മീര ആണെങ്കിൽ ശ്രുതിയുടെ സാരിയുടെ പ്ലേറ്റൊക്കെ വെച്ച് അങ്ങനെ കൊടുക്കുകയാണ്. ഈ സമയം ശ്രുതി വന്നിരുന്നും കൊണ്ട് ഇത് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുക, എന്താ ശ്രുതി കാണിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര വരുന്നത്. എന്താ മോനെ നീ കാണിക്കുന്നത്? ഇതൊക്കെ നീ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഇപ്പം നീ ഇതൊന്നും ചെയ്യണ്ട, ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനും കാറിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചിയുടെ കാറിലാണ് നവീൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ കൂടെ ഫ്രണ്ടിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, എടാ ഇന്ന് എൻ്റെ ദിവസമാണ്, അവളുടെ കല്യാണം നടക്കില്ല, ഞാനത് മുടക്കും. ഞാൻ ഇതുവരെയും അവളെ കണ്ടത് ഫോണിലെ ഫോട്ടോയിൽ കൂടെയാണ്, ഇന്ന് ഞാൻ അവളെ നേരിൽ കാണാൻ പോവുകയാണ്, ആസ്വദിക്കാൻ പോവുകയാണ്. ആദ്യം എനിക്ക്, രണ്ടാമത് നിനക്ക് തരാമെന്ന് പറയുന്നു. ഇതെല്ലാം നമ്മുടെ സച്ചി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു, ഇടാ നല്ലൊരു പാട്ടിടുമെന്ന് കേട്ട്, ഒരു പ്രണയഗാനം. ഇല്ല എൻ്റെ ഇതിൽ പാട്ടില്ല, ഇത്തിരി സ്പീഡിൽ പോകുമെന്ന് കേട്ട്, അത് ഈ സ്കൂൾ ഏരിയയാണ്, അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. ഇവന് രണ്ട് പറ്റിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ഏതോ പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാൻ പോവുകയാണ്, അങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഈ സമയം കാണിക്കുന്നത് ശ്രുതിയെയും കല്യാണ മണ്ഡപത്തിലേക്ക് വന്നിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന് എല്ലാവരും അങ്ങനെ നോക്കാനായിട്ട് എല്ലാവരും മുഖത്ത് നോക്കി തൊഴുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നു, നല്ല സുന്ദരനുമായി രണ്ടുപേരും മണ്ഡപത്തിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്.
ഈ സമയം നമ്മുടെ രേവതിയാണെങ്കിൽ ശ്രുതിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒന്ന് ചരിഞ്ഞ് കിടക്കണം, അതിനെ ഒന്ന് നേരെ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, എടി നിന്നോടല്ലേ പറഞ്ഞ് ഇവിടെ നിൽക്കരുത്, ഒന്ന് മാറിപ്പോ, നീ എന്തിനാണ് ഇവിടെ നിന്ന് ശല്യം ചെയ്യുന്നത്, എൻ്റെ മോളുടെ സുഖ സൗകര്യങ്ങളെല്ലാം നീ തൊട്ടാൽ അതെല്ലാം നാശമായിപ്പോ, നീ എന്തിനാണ് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നത്, വലിഞ്ഞു കയറി നിൽക്കുന്നത്, നീ നിൻ്റെ കുടുംബം ഇവിടെ നിന്ന് പുറത്തേക്ക് പോ, ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, എൻ്റെ മകൻ്റെ കല്യാണം അത് സുന്ദരമായി നടക്കണം, നിൻ്റെ കൈ തൊട്ടാൽ അത് അശുദ്ധമാവും എന്ന് പറഞ്ഞ് രേവതി കരഞ്ഞും കൊണ്ട് ഓടിപ്പോവുകയാണ്. രേവതി കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി അവിടെ നിൽക്കുക. എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയും, ഇല്ല അമ്മേ ഒന്നുമില്ലാന്ന്. ഇതിൻ്റെ പുറകെ ദേവും ശരത്തും ലക്ഷ്മിയും കൂടെ രേവതിയുടെ കൂടെ പോവുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്നെ അമ്മ ഒരുപാട് വഴക്ക് പറയുന്നു, ഇവിടെ നിന്ന് നിൽക്കണ്ട, നീ പുറത്തെവിടെയെങ്കിലും പോയി നിൽക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്ന അമ്മ. എന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് എനിക്കറിയില്ല, ശ്രുതിനെ മാത്രം മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, എന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ലക്ഷ്മിക്കും ദേവുവിനും ശരത്തിനും ഭയങ്കര വിഷമമായിട്ടാണ്. സ്വന്തം ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും കേട്ടോണ്ടിരിക്കില്ല. അങ്ങനെ രേവതിയാണെങ്കിൽ പുറത്തേക്ക്, അമ്പലത്തിൻ്റെ പുറത്തേക്ക് ചെന്ന് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം നമ്മുടെ രവീന്ദ്രൻ അവിടെ എത്തുന്നുണ്ട്. അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്താ അമ്മയെ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നു, മോനെ രേവതി ഇവിടെ എവിടെയും കണ്ടില്ല, എവിടെ പോയി, അവൾ മണ്ഡപത്തിലായിട്ടും കാണുമോ അമ്മേ, പൂവെടുക്കാനായിട്ടും പോയതായിരിക്കും, എന്തോ സച്ചിനെയും കണ്ടില്ലല്ലോ, സച്ചിനെ ഞാനിപ്പോൾ ഫോൺ വിളിക്കാം, സച്ചിനെ വിളിച്ച് ചോദിക്കാം എവിടെ എത്തിയെന്ന് ചോദിക്കാം അമ്മയെന്ന്. അങ്ങനെ അച്ഛമ്മയും മോനുമായിട്ട്, അതായത് നമ്മുടെ രവീന്ദ്രനും അമ്മയായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനും നവീനെയാണ് കാണിക്കുന്നത്. നവീന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, അവളെ ജീവിതം ഇന്ന് കുളന്തോണ്ട്, അവളെ ഞാൻ ആദ്യം ഉപയോഗിക്കാം, അത് കഴിഞ്ഞ് നിനക്ക് തരാം എന്ന് പറഞ്ഞ് സച്ചി ഇത് കേട്ട് ഇരിക്കാൻ പറ്റാതിരിക്കുക. എന്നുവെച്ചാൽ അവൻ്റെ പറയുന്ന പറച്ചിൽ ഏതോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. സച്ചി പതുക്കെ വണ്ടി നിർത്തി പതുക്കെ ഇറങ്ങിയിട്ട് പുറത്തിറക്കി അവനെ 4-5 അങ്ങോട്ട് ആടി പൂശിച്ച്, നീ ഒരു അച്ഛൻ്റെ അമ്മയുടെ സഹോദരിയൊക്കെ ഉള്ള വീട്ടിലുള്ളതല്ലേ, നീ ഇത് എന്തോന്നാണ് പറയുന്നത്, ഏത് കുട്ടിയാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല 4 പൂശൊക്കെ അങ്ങ് കൊടുത്ത്, ഈ പൂശും കിട്ടിക്കൊണ്ട് നവീന് ഒരു ഓടുന്നുണ്ട്. ഓട്ടം എന്ന് വെച്ചാൽ പുല്ല് പോലും അവിടെ പറ്റിപ്പിടിക്കില്ല ആ ഓട്ടം. ഈ സമയം പിന്നെ രേവതിയാണ് കാണിക്കുന്നത്. രേവതി വിഷമിച്ച് അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിരിക്കുകയാണ്. ലക്ഷ്മിയും ദേവും എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചേച്ചീനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കാൻ പോവുകയാണ്. അപ്പോഴും അമ്മ പറഞ്ഞു, വേണ്ട മോനെ അങ്ങനെയൊന്നും ചോദിക്കേണ്ട, നമുക്ക് എൻ്റെ മോളെ എങ്ങനെയാണ് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നതെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നോ ഇവർ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് കരയാണ്. വേണ്ട അമ്മേ വിഷമിക്കേണ്ട, അങ്ങ് പോട്ടെ, എൻ്റെ തലവര ഇങ്ങനെ ആയിരിക്കും, അല്ലാതെ ഞാൻ എന്ത് പറയാനാണെന്ന് പറഞ്ഞ് ദേവുവിനും അങ്ങ് സങ്കടം വന്നിട്ട് എൻ്റെ ചേച്ചി ഇങ്ങനെ വഴക്ക് പറഞ്ഞതിൽ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.